നമുക്കൊന്ന് സജോയിലേക്ക് കൂടെ പോയിട്ട് വരാം. സജോ, കിട്ടിയ അവസരം മുതലാക്കാണോ നമ്മുടെ ചിക്കൻ വ്യാപാരികൾ? ചിക്കന് വില കൂടിയെന്ന് കേൾക്കുന്നു, ശരിയാണോ സജോ? കൊച്ചിയിൽ ഡോക്ടർ അരുൺ, വലിയ വർധനയല്ല, പക്ഷേ അതേസമയം ചിക്കന് വില കൂടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ചിക്കൻ വ്യാപാര സ്ഥാപനത്തിലാണ് ഉള്ളത്. ഞാനിത് മീറ്റ് ആയതുകൊണ്ട് അധികം ദൃശ്യങ്ങൾ കാണിക്കുന്നില്ല. ഇതാണ് ചിക്കൻ. ഒപ്പം മീൻ വ്യാപാരികൾ പറയും. എന്നോടൊപ്പം ആദ്യം ഈ ചിക്കൻ്റെ വിശേഷത്തിലേക്ക് വരുന്നതിന് മുന്നേ ഒരു മത്സ്യ വ്യാപാരിയുണ്ട്. ചേട്ടാ, മീൻ നിങ്ങളുടെ കച്ചവടത്തെ ബാധിച്ചിട്ടുണ്ടോ? ഈ കച്ചവടത്തിന് ചെറുതായിട്ട് ബാധിച്ചിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, മീനിന് അങ്ങനെ കംപ്ലൈന്റ് ഒന്നുമില്ല. പിന്നെ ആ കെമിക്കല് കടലിൽ ഒഴുകുന്നതിന്റെ പേരിലോ ആശങ്കയുള്ളതുകൊണ്ട് നമുക്കൊരു ചെറിയ ടെൻഷനുണ്ട്. ടെൻഷൻ വേണ്ട എന്നാണ് ഫിഷറീസ് വകുപ്പൊക്കെ പറയുന്നത്. പക്ഷെ പത്രത്തിലും ചാനലിലൊക്കെ വന്നത് അങ്ങനെയല്ലല്ലോ, മീൻ ഉപയോഗിക്കരുതെന്നാണ്. അങ്ങനെ ആരും പറഞ്ഞിട്ടുണ്ടോ? ഡെയിലി ടി വിയിലൊക്കെ കാണിക്കുന്നതാണ്. അവിടെയുള്ള കെമിക്കലിന്റെ വാർത്തകളൊക്കെ വരുന്നത് കൊണ്ടും അങ്ങനെ ഒരു ആശങ്ക ആളുകൾക്കുള്ളത് കൊണ്ടും നമ്മളെ അത് ബാധിച്ചിട്ടുണ്ട്. അത് തന്നെ ചെറുതായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെയുള്ള മാർക്കറ്റിലെ മത്സ്യ വ്യാപാരിയാണ്. നമുക്ക് ഇവിടെ ചിക്കൻ വ്യാപാരികളോട് ചോദിച്ചു നോക്കാം. ലൈവ് കോഴി ഇവിടെ 150 അല്ലേ? ലൈവ് 150. നമ്മളല്ലാതെ മീറ്റ് 230. ചെറിയൊരു വർധന ഒരു 10 രൂപ 5 രൂപയൊക്കെ വ്യത്യാസം വരും. കച്ചവടം എങ്ങനെയാണ്, മാറ്റമുണ്ടോ? കച്ചവടം ഇപ്പം മൊത്തത്തിൽ മഴ ഇതൊക്കെ ആയതുകൊണ്ട് കുറവാണ്. പിന്നെ മീനിൻ്റെ കണ്ടെയ്നർ കുറച്ച് കൂടിയിട്ടുണ്ട്. ശകലം വ്യത്യാസം വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം കച്ചവടം ഉണ്ട്. ഓക്കെ, യഥാർത്ഥത്തിൽ ചിക്കൻ അല്പം വില കൂടിയിട്ടുണ്ടെന്ന് മാത്രമല്ല ഇവിടുത്തെ വ്യാപാരികൾ പറയുന്നത് ചിക്കൻ കച്ചവടം കൂടിയിട്ടുണ്ട് എന്നുമാണ്. ഓക്കെ, താങ്ക് യു സജോ. എന്തായാലും മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അവർക്ക് ചെറിയ ആശങ്കകളുണ്ട്. ഒരാശങ്കയും വേണ്ടതില്ല, മത്സ്യം കഴിക്കുന്നവരോടാണ്. സർക്കാർ ഔദ്യോഗികമായി അത്തരത്തിലുള്ള ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ലെന്ന് മാത്രമല്ല, കുഫോസിലെ മുൻ പ്രൊഫസർമാരൊക്കെ പറയുന്നത് മീൻ കഴിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്നുള്ളതാണ്. നിലവിൽ അത്തരം അപകടകരമായ രാസവസ്തുക്കൾ കടലിൽ കലർന്നു എന്നുള്ളതിന് ശാസ്ത്രീയമായ ഒരു തെളിവുകളുമില്ല. അതുകൊണ്ട് അത്തരത്തിലൊന്നും പ്രേക്ഷകർ ബുദ്ധിമുട്ടുകയോ ആശങ്കപ്പെടുകയോ വേണ്ടതില്ല.